ഏതാണ്ട് 500 കൊല്ലം മുമ്പ് ഒരാൾ ഉപയോഗിച്ച ഭാഷ ഇന്ന് മലയാളത്തിലെ നിലവാരമുള്ള ഭാഷയായി നമ്മൾ ആലോചിച്ചാൽ മതി. ഒരു 25, 30 വേണ്ട ഒരു 50 കൊല്ലം കഴിഞ്ഞാൽ ഇന്ന് പറ്റി നമുക്ക് ഒരു കാര്യം മാത്രമേ ഉറപ്പിച്ച് പറയാൻ പറ്റുള്ളൂ, കൃത്യമായി ഒന്നും അറിയില്ല എന്നുള്ള കാര്യം. മലയാളത്തിൽ ഏത് പ്രാചീന കൃതിയെ എഴുതിയത് ആരാണ് ആവാം എന്നുള്ളതേ ഉള്ളൂ, അറിഞ്ഞൂടാ, കൃത്യമായിട്ട് നമുക്ക് അറിഞ്ഞൂടാ. അതുപോലെ തന്നെ ഏത് കാലത്താണ് ഇത് എഴുതപ്പെട്ടത് അതും നമുക്കറിയാൻ പറ്റും. ഇങ്ങനെ കുറേ അഭിപ്രായ ഭേദങ്ങളാണ് നമ്മളുടെ സാഹിത്യ ചരിത്രം. ചോദിച്ചെന്നുള്ളത് നമുക്കറിയാൻ വയ്യ. പക്ഷെ ആ കഥയെ ബേസ് ചെയ്തുകൊണ്ടാണ് എഴുത്തച്ഛൻ്റെ കാലത്തെപ്പറ്റി പലരും ഗവേഷണം നടത്തിയിട്ടുള്ളത് എന്നുള്ളതാണ് വിചിത്രമായി തോന്നുന്ന ഒരു കാര്യം. തീർച്ചയായിട്ടും മേൽപ്പത്തൂർ ഭട്ടമാതരെ പോലെയുള്ള ഒരു മഹാപണ്ഡിത കവി എഴുത്തച്ഛനെ പോലെയുള്ള ഒരാളോട് താനിങ്ങനെ ഒരു കൃതി എഴുതാൻ പോകുന്നു, അതിന് വേണ്ട നിർദ്ദേശങ്ങൾ നൽകണം എന്ന് അഭ്യർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ അക്കാലത്ത് എഴുത്തച്ഛൻ വളരെ പ്രശസ്തനായിട്ടുണ്ടാകും. ഇത് സാമാന്യ യുക്തിക്ക് നിരക്കുന്ന കാര്യമാണ്. വളരെ പ്രശസ്തനാവണമെന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കൃതികളൊക്കെ അന്ന് എഴുതി കഴിഞ്ഞിട്ടുണ്ടാകും എന്നാണ് പറയുന്നത്. അന്ന് തന്നെ എഴുത്തച്ഛന് ഒരു 10-60-65 വയസ്സെങ്കിലും പ്രായമുണ്ടാവാം. ഇങ്ങനെയൊക്കെ ചില കണക്കുകളൊക്കെ വെച്ചുകൊണ്ടാണ് എഴുത്തച്ഛൻ്റെ കാലം 16-ാം നൂറ്റാണ്ട്. തെളി മലയാളം സാഹിത്യത്തിൽ ഉപയോഗിച്ചിരുന്നു എന്നുള്ളതിന് നമുക്ക് കൃഷ്ണഗാഥ തെളിവാണ്. വളരെ ലളിതമായി നല്ല മലയാളം ഉപയോഗിക്കുന്ന കൃഷ്ണഗാഥ എഴുത്തച്ഛന് മുൻപ് എഴുതപ്പെട്ട കൃതിയാണ് എന്നുള്ളത് ഏറെക്കുറെ അംഗീകരിക്കപ്പെട്ട് കഴിഞ്ഞ കാര്യം. ഒരുപക്ഷെ മേൽപ്പത്തൂരിൻ്റെ സമകാലീനനായ പൂന്താനം ഏറ്റവും ലളിതമായ ഭാഷ കൈകാര്യം ചെയ്ത മലയാള കവി ആണ്. പക്ഷെ ഇതൊക്കെയാണെങ്കിലും വേണ്ടത്ര സംസ്കൃത പദങ്ങൾ സ്വീകരിച്ച് സംസ്കൃത പദങ്ങളോടുകൂടി മലയാള പ്രത്യയങ്ങൾ ചേർത്ത് ഒരു മണിപ്രവാള ഭാഷയുടെ ചൈതന്യവും ചൂടും മുഴുവൻ ഉൾക്കൊള്ളാൻ സാധിച്ചത് എഴുത്തച്ഛൻ്റെ ഭാഷയാണ്. അങ്ങനെയാണ് സംസ്കൃതത്തിലെ രാമശബ്ദം മലയാളത്തിലെ പുല്ലിക പ്രത്യയം ചേർത്ത് രാമൻ ആക്കി, രാമനെ മലയാളിയാക്കി നമ്മൾ മാറ്റിയത്. കൊടുത്തു, ചപ്പാത്തിയൊന്നല്ല ചോറൊക്കെയാണ് കൊടുത്തത്. ചോറ് കൊടുത്തു, മലയാളിയാക്കി മാറ്റി തീർത്തു, മലയാളികളിൽ മലയാളിയായി മാറ്റി. ഈ വാൽമീകിയുടെ കഥയും മലയാളിയുടെ കഥയാക്കി മാറ്റി തീർത്തത് എഴുത്തച്ഛനാണ്. വളരെ വിചിത്രമായ ഗവേഷണങ്ങളാണ് ഇതിൽ പല കാര്യങ്ങളിലും നമ്മൾ കണ്ടെത്തുന്നത്. വാൽമീകി രാമായണം വള്ളത്തോളിൻ്റെ അതിമനോഹരമായ തർജ്ജമയുണ്ടായിട്ട് പോലും മലയാളിയുടെ സ്വന്തം രാമായണമായി എന്ന് എനിക്ക് തോന്നുന്നില്ല. മലയാളിയുടെ സ്വന്തം രാമായണം വാൽമീകി അധ്യാത്മരാമായണം തന്നെയാണ്. നമ്മളുടെ കോളേജ് ക്ലാസ്സുകളിലൊക്കെ എത്രയോ കാലമായി പറഞ്ഞു നടക്കുന്ന ഒരു കാര്യമുണ്ട്. ഈ കവിയുടെ പേര് രാമാനുജൻ എന്നാണ്. 100% മലയാളിയായ ഒരു കവിക്ക് തികച്ചും മലയാളിയുടേതല്ലാത്തൊരു പേര് കൽപ്പിച്ചു കൊടുക്കുന്നതിൽ ഒരു അനൗചിത്യമില്ല. രാമാനുജൻ എന്നുള്ള പേര് തമിഴ്നാട്ടിൽ വളരെ സാധാരണമായിട്ടുള്ളൊരു പേരാണ്. പക്ഷെ മലയാളിയിൽ അങ്ങനെ ഒരു പേര് അത്ര സാധാരണമല്ല. അതേപോലെ തന്നെയാണ് സിലോണിലും തമിഴ്നാട്ടിലുള്ളൊരു പദമാണ് കുലശേഖരൻ. പക്ഷെ നമ്മളുടെ പല രാജാക്കന്മാരും കുലശേഖരന്മാരാണ്, മലയാളത്തിൽ കുലശേഖരന്മാർ. അങ്ങനെ തെറ്റി പറഞ്ഞു വന്നൊരു ഇതാണ് ഈ രാമാനുജൻ. പക്ഷെ അതിൽ കഷ്ടമായിട്ടുള്ള കാര്യം എന്താ, ഒരു യുക്തിയുമില്ലാതെ ആരെങ്കിലും ഒരാളൊരു കാര്യം പറഞ്ഞാൽ പിന്നീട് വരുന്ന ആളുകൾ അത് ആവർത്തിച്ചതിൻ്റെ ഒരു ആധികാരികതയുടെ സ്വരം കൊടുക്കുക എന്നത്